friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെ രണ്ടാം ഭാഗത്തെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നാം ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ ടാബുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഇങ്ങനെ കുറെ ടാബുകൾ ഉണ്ട്. ഓരോ ടാബിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫയൽ എന്നുള്ള ടാബിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫയൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫയലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോ, ന്യൂ, ഓപ്പൺ, സേവ്, സേവാസ്, പ്രിന്റ്, ഷെയർ, എക്സ്പോർട്ട്, പബ്ലിഷ്, ക്ലോസ്, അക്കൗണ്ട്, ഓപ്ഷൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ ന്യൂ, ഓപ്പൺ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട്, ഓപ്ഷൻസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. പുതിയൊരു കാര്യം എന്ന് പറയുന്നത് സേവ്, സേവാസ്, പ്രിന്റ്, ഷെയർ, എക്സ്പോർട്ട് ഒക്കെയാണ്. അപ്പൊ സേവും സേവാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലർക്കും അറിയില്ല. സേവ് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, ആണെന്ന്. എന്നാൽ സേവും സേവാസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ ഒരു വർക്കിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ അത് സേവാസ് എന്താണ് പോണത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സെയിൽസ് റിപ്പോർട്ടാണ്. നെയിം, ബ്രാഞ്ച്, സെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ബുക്ക് 1 എക്സൽ എന്നുള്ളത് കാണിക്കുന്നത്. അപ്പൊ ഞാനിത് സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അതിന്റെ ഷോർട്ട് കീ കൊടുക്കുക. Ctrl+S ആണ് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സിമ്പിൾ കാണാം. ഇതും സേവ് ചെയ്യാനുള്ള സിമ്പിൾ ആണ്. അതിന്റെ ഷോർട്ട് കീയും കൂടി ഇവിടെ കാണിക്കും. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി ഇതും അല്ലെങ്കിൽ ഫയൽ എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും സേവ്. അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ സേവ് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അപ്പൊ നമ്മളോട് ചോദിക്കണത് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ്. ഡോക്യുമെന്റ്സിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സ് എടുക്കാം, ഡെസ്ക്ടോപ്പ് ഉണ്ട്, അതുപോലെ ദിസ് ഉണ്ട്, ബ്രൗസ് ഉണ്ട്, ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഡോക്യുമെന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അതിൽ നമ്മളോട് ഫയലിന്റെ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പേരിലാണ് നമുക്ക് ആ ഒരു ഫയൽ സേവ് ചെയ്യേണ്ടത്, ആ ഒരു നെയിം നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ നെയിം കൊടുക്കുകയാണ്. സ്റ്റോക്ക് റിപ്പോർട്ട് എന്നാണ് നെയിം കൊടുക്കുന്നത്. ദെൻ താഴെ തന്നെ ഉണ്ടായിരിക്കും സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സേവില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയല് സേവ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം സ്റ്റോക്ക് റിപ്പോർട്ട് എക്സൽ എന്നുള്ളത് കാണാം. അപ്പൊ നേരത്തെ ബുക്ക് 1 എന്ന പേരിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ സേവ് ചെയ്യുന്നതിന് മുന്നേ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേര് മാറി നമ്മൾ എന്ത് പേരിലാണോ സേവ് ചെയ്തത് ആ ഒരു പേരിലേക്ക് മാറും. ഈ സേവ് ആസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. ഇപ്പൊ ഇത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയലാണ്. ഇനി ഈ ഒരു ഫയലിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കൊടുക്കുക എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ള ഒരു കോളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി, അപ്പൊ ക്വാണ്ടിറ്റിയിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്വാണ്ടിറ്റി എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സേവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് Ctrl+S കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത ആ ഒരു ഫയൽ ഉണ്ടല്ലോ അതിലേക്കാണ് അത് സേവ് ആയിട്ട് വരിക. എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. ഈ ഒരു സെയിൽസ് റിപ്പോർട്ട്, അതായത് ക്വാണ്ടിറ്റി എന്നുള്ള കോളം എന്നുള്ള ഈ ഒരു സെയിൽസ് റിപ്പോർട്ടിന്റെ ടേബിൾ നമുക്ക് വേറൊരു ഫയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അത് രണ്ടെണ്ണം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനാണ് സേവ് ആസ് കൊടുക്കുന്നത്. സേവ് കൊടുത്താൽ അത് ഒന്നേ ഉണ്ടാവുള്ളൂ. 2 ചേഞ്ചസ് വരുന്നതിന് ശേഷം നമുക്കതൊരു വേറൊരു ഫയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, വേറൊരു ഫയലായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് സേവ് ആസ് കൊടുക്കുന്നത്. ഫയൽ എടുത്തു കഴിഞ്ഞാൽ സേവിന്റെ തൊട്ട് താഴെ ഉണ്ടാവും സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. സേവ് ആസ് എടുക്കുക. സെയിം കാര്യം തന്നെ ചോദിക്കും നമ്മളോട് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത്. ഞാനത് ഡോക്യുമെന്റ്സ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ ഫയലിന്റെ പേര്, ഇപ്പൊ ഓൾറെഡി പേരവിടെ വന്നിട്ടുണ്ട്, സ്റ്റോക്ക് റിപ്പോർട്ട്. അപ്പൊ നമുക്കതില് റിപ്പോർട്ടിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് 1 എന്നും കൂടി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവാന്. സേവ് കൊടുക്കുക. അപ്പൊ അത് രണ്ടും 2 ഫയലായിട്ട് വരും. അപ്പൊ ഇത് എടുക്കുന്നത് സ്റ്റോക്ക് റിപ്പോർട്ട് 1 ആണ്, കാരണം അതിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോളം ഉണ്ട്. ഇനി ഞാൻ സ്റ്റോക്ക് റിപ്പോർട്ട് എന്നുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്തുതരാം. ഓപ്പൺ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും സ്റ്റോക്ക് റിപ്പോർട്ട്. കാരണം രണ്ടും 2 ആയിട്ടാണ് എടുക്കുക. സ്റ്റോക്ക് റിപ്പോർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതില് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. കണ്ടോ, അതില് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അത് നമ്മൾ വേറെ ഫയലായിട്ടാണ് സേവ് ചെയ്തത്. അപ്പൊ ഇതാണ് സേവും സേവാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കിനി പറയാനുള്ളത് പ്രിന്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ, നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് പ്രിന്റ് കൊടുക്കുന്നത്. പ്രിന്റിന് ഷോർട്ട് കീ ഉണ്ട്. Ctrl+P കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ വരും.
നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ കാണാം, അത് വന്നിട്ടുണ്ട്. അതുപോലെ കോപ്പി, എത്ര കോപ്പിയാണോ നമുക്ക് വേണ്ടത്, ഇപ്പൊ മുകളിലുള്ള ഈ ആരോയിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് കോപ്പിന്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. താഴത്തേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോപ്പിന്റെ എണ്ണം കുറഞ്ഞു വരും. പിന്നെ പേജിന്റെ സൈസ് കാര്യങ്ങളൊക്കെയാണ് ഈ വന്നിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ വേണമെങ്കിലും സൈസും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. അതിൽ A4 കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. A4ക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് A4 ആണ്, A4ക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് പ്രിന്റിൽ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് വരും. അങ്ങനെയാണ് പ്രിന്റ് എടുക്കുക. ഇവിടെ വന്ന് പ്രിന്റ് തന്നെ ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല, Ctrl+P കൊടുത്താലും പ്രിന്റ് എടുക്കാവുന്നതാണ്. പിന്നെ അതിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞപ്പോ വേറെ ഏതെങ്കിലും ഒരു ഫയലിലേക്ക് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ PDF-ലേക്ക് ഒന്ന് മാറ്റണം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാറ്റന് PDF-ക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാണ് എക്സ്പോർട്ട്. അപ്പൊ ഇതിൽ തന്നെ ഉണ്ടാവും ക്രിയേറ്റ് PDF ഓർ XPS കാണാം, അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അക്കൗണ്ട് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അതിൽ ഡൗട്ട് ഉള്ളവര് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് ഫയൽ എന്ന് പറയുന്ന ടാബിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങള്. അപ്പോൾ ഈ ഫയൽ ടാബിൽ നമ്മൾ പറഞ്ഞ സേവ് ആസ്, പ്രിന്റ്, എക്സ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എക്സലിൽ നമുക്ക് അടുത്ത ടാബുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.